ഇങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ നല്ല ഒരു എന്താ പറയുക എല്ലാവരുടെയും ടീം വർക്കാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. നമ്മളിവിടെ ആശുപത്രിയിൽ എല്ലാം നല്ല സപ്പോർട്ടീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം നമ്മളുടെ കൂടെ ഈ 1.5 മണിക്കൂർ ഏകദേശം ഒരു ശ്വാസം അടക്കി പിടിച്ച് നിന്ന് സർജറി പൂർത്തിയാക്കിയെന്ന് പറയാം. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി വരികയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ളതാണ്. നമ്മുടെ ഈ ജില്ലാ ആശുപത്രിയിൽ നടന്ന അപൂർവമായ ഒരു ശസ്ത്രക്രിയ, അതായത് 75 വയസ്സുള്ള പല രോഗങ്ങളുള്ള ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്നും 3.5 കിലോയോളം വലുപ്പമുള്ള ഒരു മുഴ, അത് ഈ ഇവിടുത്തെ ഡോക്ടർമാര് വളരെ പ്രയാസപ്പെട്ട് അവരുടെ എല്ലാ അവസ്ഥകളും തരണം ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് അവർ രോഗി സുഖം പ്രാപിച്ചു വരുന്നു. ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർ റസീനയുണ്ട്, അതുപോലെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീന മാഡം ഉണ്ട്, പിന്നെ ഡോക്ടർ ജലാൽ സാറുണ്ട്. നമുക്കൊന്ന് ചോദിക്കാം, അതായത് ഇങ്ങനെയുള്ള ഇപ്പോൾ സാധാരണ സർക്കാർ ആരോഗ്യ മേഖലയിലെ ചെറിയ സംഭവങ്ങൾ പോലും പർവ്വതീകരിച്ച് സാധാരണക്കാർക്ക് ഡോക്ടർമാരിൽ നിന്ന് കിട്ടാവുന്ന പല സംഭവങ്ങളെയും എന്താ പറയാ അവർക്കൂടെ മനസ്സ് മടുപ്പിക്കുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളത് വലിയ സംഭവമാണ്. ഈ രോഗിയെക്കുറിച്ചും ഈ ഇവർക്ക് നൽകിയ ചികിത്സ, ഈ ഓപ്പറേഷൻ, ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഇവിടെ ഇന്ന് നടന്നത് ഒരു സങ്കീർണമായിട്ടുള്ള ഒരു സർജറി തന്നെയാണ്. അതായത് ഡോക്ടർ റസീന ഗൈനക്കോളജിസ്റ്റ്, പിന്നെ നമ്മൾ അനസ്തെറ്റിസ്റ്റ് ഡോക്ടർ റൌഫ്, ഡോക്ടർ സലീന, പിന്നെ ബാക്കിയുള്ള സ്റ്റാഫ് എല്ലാവരും കൂടി ഒരു ടീം വർക്ക് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. നമ്മളെ പുതിയ OT-യിൽ 4 OT-കളുണ്ട്. അതിനകത്തുള്ള ഒരു OT-യിലാണ് ഇത്രയും സങ്കീർണമായിട്ടുള്ള ഒരു 75 വയസ്സുള്ള ഒരു ലേഡിയാണ്. അവർക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ള സ്ത്രീയാണ്. ഗ്യാസിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് അത് സ്കാൻ ചെയ്ത് നോക്കി, അതെല്ലാം റെഡിയായി നോക്കുമ്പോൾ ഒരു ഒവേറിയൻ സിസ്റ്റ് ആയിരുന്നു. അത് 3.5 കിലോഗ്രാം വലിപ്പമുള്ള ഒരു സിസ്റ്റ് തന്നെയായിരുന്നു. അപ്പം ഇത്രയും നല്ല ഒരു എന്താ പറയുക, നമ്മളുടെ ഈ ചുറ്റുപാടിൽ വെച്ചിട്ട് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ ഒരു വലിയൊരു പൊൻതൂവലാണ് ഈ നടന്നിട്ടുള്ള ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഇതുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി ഡോക്ടർ ഷീന മാഡത്തിനോട് ഒരു കാര്യം കൂടി, കാരണം വലിയ സ്വകാര്യ ആശുപത്രികളിൽ, വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലൊക്കെ വലിയ ചെലവ് വരുന്ന ഒരു സർജറിയാണ് അത്. നമ്മുടെ ജില്ലാ ആശുപത്രി, സർക്കാർ ആശുപത്രിയിൽ ഇത് അവർക്ക് ഇത്രയും സങ്കീർണമായ, അവർക്ക് കുറെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ സർജറിയിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയായാലും ഡോക്ടർ സൂപ്രണ്ടാണ്, ബാക്കി ഡോക്ടർമാരുണ്ട്, ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നു? പിന്നെന്താ, ഒരു സംശയമില്ല. എൻ്റെ ഡോക്ടേഴ്സ്, നമ്മളെ കൂടെയുള്ള ഡോക്ടേഴ്സ് എല്ലാവരും നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഗവൺമെന്റ് സെറ്റപ്പിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ നല്ല ഒരു എന്താ പറയുക എല്ലാവരുടെയും ടീം വർക്കാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. നമ്മളിവിടെ ആശുപത്രിയിൽ എല്ലാം നല്ല സപ്പോർട്ടീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡോക്ടറിന് എത്രയായാലും എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഈ സർജറിക്ക് നേതൃത്വം കൊടുത്ത ഡോക്ടർ റസീന നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ ഗൈനക്കോളജിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്, പക്ഷെ ഇത്തരം ഒരു സർക്കാർ ആശുപത്രിയിലെ ചെറിയ സംവിധാനത്തില് ഇങ്ങനെ ഒരു റിസ്ക് എടുത്തൊരു സർജറി നടത്തുക, അതൊന്ന് വിശദീകരിക്കാമോ? ഏകദേശം 2 ആഴ്ച മുന്നെയാണ് പട്ടാമ്പി ആലൂർ സ്വദേശിനിയായ 75 വയസ്സ് പ്രായമുള്ള ഈ ഉമ്മ എൻ്റെ അടുത്ത് ഗ്യാസിന്റെ അസുഖം എന്ന് പറഞ്ഞാണ് അവർ വന്നത്. പക്ഷെ ഞാൻ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പരിശോധനയിൽ ഒരു വലിയ മുഴ വയറ്റിലുണ്ടെന്ന് മനസ്സിലായി. കൂടുതൽ സ്കാനിങ്ങിലും അത് ഒരു വലിയ 20 സെന്റിമീറ്റർ വലുപ്പമുള്ള, 20 സെന്റിമീറ്റർ നീളവും 20 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വലിയ മുഴയാണ് സ്കാനിങ്ങിലും കണ്ടത്. അപ്പൊ അതിനൊരു സർജറി ഓപ്ഷൻ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് 75 വയസ്സ്, അതൊരു സർജറി, അനസ്തീഷ്യ റിസ്ക് ആണ്. അതുപോലെ തന്നെ ഹൈ BP ഉണ്ടായിരുന്നു, ഡയബറ്റിക് ആയിരുന്നു, വർഷങ്ങളോളം ഷുഗർ ഉള്ള പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ മുന്നിലെ സർജറിക്കും അനസ്തീഷ്യ മയക്കം കൊടുക്കാനുമുള്ള വെല്ലുവിളികളായിരുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ വെച്ച് അതൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷെ പേഷ്യന്റിന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് റെഫേർഡായി പോകാനും താല്പര്യമില്ലായിരുന്നു. നമ്മൾ തന്നെ സർജറി ചെയ്യണം എന്നുള്ളൊരു താല്പര്യം അങ്ങനെയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ക്യാൻസറിന്റെ ടെസ്റ്റുകളെല്ലാം നടത്തി ക്യാൻസർ ഒന്നും ഇല്ല എന്ന് നമ്മൾ ടെസ്റ്റുകളിലൂടെ ഉറപ്പാക്കിയതിന് ശേഷം ആണ് നമ്മൾ ഈ കേസ് എടുത്തത്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ളത് അനസ്തീഷ്യ ടീമിനുള്ള പ്രശ്നങ്ങളാണ്, BP, ഹൈ BP, ഡയബറ്റീസ്, അതെല്ലാം. അപ്പോൾ നമ്മളുടെ വെൽ എക്സ്പേർട്സ് ആയ അനസ്തീഷ്യ ഡോക്ടർ റൌഫ്, ഡോക്ടർ സെലീന, ഇവരെല്ലാം പ്രാഥമികമായ അനസ്തീഷ്യ പരിശോധനകളെല്ലാം നടത്തുകയും അവർ ഫുൾ സപ്പോർട്ട് തരാമെന്ന് ഏൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സൂപ്രണ്ടിന്റെ ഫുൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ നമ്മൾ സർജറി ചെയ്യുന്നത്. അപ്പോൾ വയറ് തുറന്നപ്പോൾ ഒരു 3.5 കിലോ തൂക്കമുള്ള വയറ് മൊത്തം ഫില്ലായി നിൽക്കുന്ന ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയുടെ ഒരു വലിപ്പമുള്ള ഒരു മുഴയായിരുന്നു അത്. അങ്ങനെ സർജറി കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം എത്ര സമയം എടുത്തു നിങ്ങൾ ഈ സർജറിക്ക്?
ഏകദേശം 1.5 മണിക്കൂർ എടുത്തു. എടുത്തു. 1.5 എല്ലാ മണിക്കൂർ റിസ്കും അതിജീവിച്ച് എല്ലാ റിസ്കും അതിജീവിച്ചു. ഫുൾ അനസ്തീഷ്യ ടീം, തിയേറ്റർ ടെക്നീഷ്യന്മാർ, സ്റ്റാഫ് നഴ്സുമാർ എല്ലാം നമ്മളുടെ കൂടെ ഈ 1.5 മണിക്കൂർ ഏകദേശം ഒരു ശ്വാസം അടക്കി പിടിച്ച് നിന്ന് സർജറി പൂർത്തിയാക്കിയെന്ന് പറയാം. നമ്മുടെ ഈ സർക്കാർ സംവിധാനത്തിലുള്ള പരിമിതികൾ ഇപ്പോൾ സൂപ്രണ്ട് മാഡം പറഞ്ഞു, അതുപോലെ ഡോക്ടർ ജലാൽ സാറും പറഞ്ഞു. ഈ പരിമിതികളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ സംഭവം ഒരുപക്ഷെ നിങ്ങൾ അപൂർവമാണത്. ഇങ്ങനെ ഇത്രയും വലിയ വലുപ്പത്തിലുള്ള ഇതൊക്കെ ഇങ്ങനെ വേറെ എവിടെയെങ്കിലും ഒക്കെ, കാരണം സർക്കാർ സംവിധാനത്തിൽ ഇങ്ങനെ സർജറി ചെയ്തെടുത്തിട്ടുണ്ടാവും. സർക്കാർ സംവിധാനത്തിൽ ചെയ്യാറുണ്ട്. ഇതുപോലെ നമ്മൾക്ക് ബാക്കിയുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലെങ്കിലും കൂടെ നിൽക്കുന്ന ഡോക്ടേഴ്സിന്റെ സപ്പോർട്ടും സ്റ്റാഫിന്റെ സപ്പോർട്ടും മൂലം പല ഹോസ്പിറ്റൽസിലും അത് ചെയ്യാറുണ്ട്. റെയർ ആണെങ്കിലും അപൂർവമാണെങ്കിലും ചെയ്തിട്ടുള്ള ചരിത്രമുണ്ട്, ചെയ്യാറുണ്ട്. ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യ സംഭവമായിരിക്കില്ലേ? അതെനിക്ക് പറയാൻ അറിയില്ല. മിക്കവാറും ഉണ്ടായിട്ടുണ്ടാകും അല്ലേ? എന്തായാലും രോഗി സുഖം പ്രാപിച്ചു വരുന്നു. മാത്രമല്ല എന്താ പറയാ, നിങ്ങളുടെ ഒരു ടീം, അതായത് ഡോക്ടർ പറഞ്ഞ പോലെ, സൂപ്രണ്ട് പറഞ്ഞ പോലെ ഒരു ടീം വർക്കാണ്. അതായത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എത്ര വലിയ റിസ്ക് ആണെങ്കിലും അതിനെ അതിജീവിക്കാൻ കഴിയുമെന്നൊരു ഉത്തമ ബോധ്യം ഉണ്ടല്ലോ, ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. ആത്മവിശ്വാസം ആയിരിക്കുമല്ലോ ഇതിനെ ഇങ്ങനെ വിജയമാക്കിയത്. ആത്മവിശ്വാസവും പിന്നെ പേഷ്യന്റിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റും. പാവപ്പെട്ട രോഗികൾ പ്രാഥമികമായി വരുന്നത് സർക്കാർ ആശുപത്രിയാണല്ലോ. അപ്പൊ അവർക്ക് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ അവർക്ക് ചികിത്സ നിഷേധം പാടില്ല, ഉണ്ടാകരുത് എന്നുള്ളൊരു മനോഭാവമാണ് നമ്മളെ ഇതിലേക്ക് നയിച്ചത്. അതായത് സർക്കാർ സംവിധാനം, സർക്കാർ ആരോഗ്യ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സംഭവങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോൾ ഡോക്ടർമാര് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ളവരെല്ലാം മുൾമുനയിൽ നിൽക്കുന്ന അവസ്ഥയിൽ പല ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ സാധാരണക്കാർക്ക് കിട്ടേണ്ടുന്ന കുറെ അവകാശങ്ങളുണ്ട് സർക്കാർ ഈ ആരോഗ്യ മേഖലയിൽ. അതൊക്കെ ഡോക്ടർമാരുടെ മനോവീര്യം ആയി മാറുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴാണ് നമ്മുടെ ഈ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഈ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ ഒന്നിച്ചുകൂടി, അവരെല്ലാം ഒരുമിച്ച് കൂടി 75 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്നും 3.5 കിലോ ഒരു മുഴ സർജറി ചെയ്തെടുക്കുക എന്നതല്ല അതിന്റെ പ്രധാനം. ഒരു വലിയ റിസ്ക് ആയിരുന്നു. അവർക്ക് ഒരുപാട് രോഗങ്ങളുണ്ടായിരുന്നു. ഈ രോഗങ്ങളെല്ലാം വലിയ പ്രശ്നമായി മാറുമോ എന്ന ആശങ്കയൊക്കെ അവർക്കുണ്ടായിരിക്കാം. പക്ഷെ രോഗി അവരോട് കൂടുതൽ നിങ്ങൾ തന്നെ ചെയ്താൽ മതി, ഈ ഡോക്ടർമാർ തന്നെ ചെയ്താൽ മതി, വേറെ എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തീരുമാനമെടുത്തു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഇതിലെ ഒന്നിച്ച് നിന്ന് അനസ്തീഷ്യസ് അതുപോലെ ഡോക്ടർമാര് മറ്റുള്ള സ്റ്റാഫുകളെല്ലാം ഒരുമിച്ച് നിന്നപ്പോൾ ആ സർജറി വിജയമായ അത് ഈ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചരിത്ര നേട്ടമാണ്, ഒരു അപൂർവതയാണ്. അപ്പോൾ നമുക്കിവിടെ സൗകര്യങ്ങൾ കുറവാണെങ്കിലും ഈ സൗകര്യങ്ങൾ എല്ലാ സാധാരണക്കാർക്കും ആശ്രയിക്കാവുന്ന തരത്തിൽ ഈ ഡോക്ടർമാരൊപ്പമുണ്ടെങ്കിൽ അതേ സൗകര്യങ്ങൾ തന്നെ മതി, ഏറെ ആശ്വാസകരമാവും. അപ്പോൾ ഈ ഡോക്ടർമാരുടെ ഈ വലിയ ശ്രമം എന്ന് തന്നെ പറയേണ്ടി വരും. ആ ശ്രമത്തിന് ഈ നാടൊന്നാകെ കൈയടിക്കണം, ഈ നാടിന്റെ ഒന്നാകെ അഭിനന്ദനം ഉണ്ടാകും. നിങ്ങളുടെ ഈ മേഖലയിലെ ഈ സേവന മേഖലയാണ്. ഈ മേഖലയിൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താനും ഒരുപാട് സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസം പകർന്നു നൽകാനും ഇതുപോലുള്ള സർജറികളൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് എന്താ പറയാ, എല്ലാവർക്കും വലിയ ആശുപത്രി പോകാൻ പറ്റില്ല, ആശ്വാസമാകാനും ഇനിയും കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. എല്ലാ ആശംസയും ഞങ്ങളുടെ മാത്രമല്ല ഈ നാടിന്റെയും ആശംസയുണ്ടാകും. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.